ഞാൻ വായിച്ച പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. പുസ്തകത്തിന്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി, എഴുതിയത് അഖിൽ പി ധർമ്മജൻ. പുസ്തകത്തിന്റെ പേര് കേട്ടാൽ തോന്നുന്നു റാമും ആനന്ദിയുമായുള്ള പ്രണയത്തിന്റെ കഥയാണത്. പക്ഷെ അല്ലട്ടോ, ഇത് നമ്മുടെ അഖിൽ പി ധർമ്മജൻ റാമിനെയും ആനന്ദിനേക്കാൾ കൂടുതൽ മല്ലിയെയാണ് കൂട്ടിച്ചേർക്കുന്നത്. മല്ലി കുറെ ഫാമിലി ത്രില്ലർ മൂവി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഖിൽ പി ധർമ്മജൻ ഇതൊരു സിനിമ പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ സിനിമയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് ആനന്ദിയും റാമിനേക്കാൾ കൂടുതൽ മല്ലിയെയാണ് ചേർത്തിട്ടുള്ളത്. മല്ലി ഒരു ഹിജഡയാണെങ്കിലും മല്ലിക്ക് അങ്ങനെയുള്ള ആ ഹിജഡയൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവുമെങ്കിലും പക്ഷെ അവരെ നമ്മുടെ മനസ്സിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമുക്ക് വളരെ ഇഷ്ടമാവുന്നതാണ്. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം തന്നെ മല്ലിയൊക്കെയാണ്. മല്ലിയും റാമും അങ്ങനെ പറയണ എനിക്ക് ഈ പുസ്തകത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഈ പുസ്തകം എനിക്ക് ശരിക്കും സിനിമ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ ഓരോരുത്തരും സംസാരിക്കുന്നതും ഈ പുസ്തകത്തിൽ ശരിക്കും പ്രണയമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല, അങ്ങനെ വേണം പറയേണ്ടത്. റാമും ആനന്ദിയും ഒക്കെ ആയുള്ള പ്രണയമാണ് ഇതിൽ. പക്ഷെ പ്രണയം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നുള്ള പ്രണയം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത പ്രണയം. ആനന്ദി റാമിന് എഴുതിയ കത്തുകൾ, ആനന്ദി പോകുമ്പോൾ ആനന്ദി റാമിന് എഴുതിയ കത്തുകൾ, റാം അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം സത്യം പറഞ്ഞാൽ. ഈ പുസ്തകം വായിക്കാത്തവർക്ക് ശരിക്കും നഷ്ടം തന്നെയാണ്, വലിയൊരു നഷ്ടം എന്ന് തന്നെ വേണം പറയാൻ. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈന് ഞാൻ വായിക്കാം. റാം, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഈ സത്യം പറയുന്നു. എൻ്റെ കഥകളൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിന്നിൽ നിന്ന് എന്നേക്കുമായി പോകുകയാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് നീ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നത് എന്നതായിരുന്നു. റാമിനെ എല്ലാവരെയും ഒരുപോലെയാണ് റാം സ്നേഹിക്കുന്നത്. റാമിനെ മല്ലിയെയും, റാമിനെ ആനന്ദിയെയും, പാട്ടിയെയും, രേഷ്മയെയും എല്ലാവരെയും സ്നേഹിക്കുന്നു. റാം ആദ്യമായി കോളേജിൽ വെച്ചാണ് ആനന്ദിയെ കാണുന്നത്. റാമിന്റെ കോളേജ് കാര്യങ്ങൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വല്ല കോൺഫിഡൻസ് തോന്നി പുസ്തകം വായിക്കാൻ. റാമിൻ്റെ ഫ്രണ്ടായിട്ട് വെട്ടീനെ കിട്ടുന്ന ഭാഗം, റാമിന് പാട്ടീനോടുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗം, ആനന്ദിയെ തന്നെ റാം ആദ്യമായിട്ട് ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ എന്നിട്ടും റാമിന് ആനന്ദിയെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ റാമിന് മല്ലിയെയും ആനന്ദിയുടെയും ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും നിലനിൽക്കുന്നതാണ് ആ ഓർമ്മകൾ. റാം മല്ലിയെ ഓർക്കുമ്പോൾ മല്ലിയുടെ ചിലങ്കയെ കയ്യിൽ പിടിക്കുമായിരുന്നു. ഈ റാം കെയർ ഓഫ്